ഒരു ഷൂ കമ്പനിയുടെ ഉടമസ്ഥൻ തൻ്റെ കീഴിലുള്ള 2 സ്റ്റാഫിനെ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, നമുക്ക് പുതിയൊരു സ്ഥലത്ത് ഒരു സ്ഥാപനം ആരംഭിക്കണം. അവരെ 2 പേരെയും അദ്ദേഹം ആ സ്ഥലത്തെ സാധ്യതകൾ മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. 2 പേരും പോയി, 2 പേരും മടങ്ങി വന്നു. എന്നാൽ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് 2 പേരും പറഞ്ഞത്. ഒന്നാമത്തവൻ പറഞ്ഞു, സാറേ, അവിടെയുള്ളവർ ചെരുപ്പുകൾ ഇടുന്നത് ഞാൻ കണ്ടേയില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു കട തുടങ്ങിയാൽ അത് നഷ്ടത്തിലായി തീരുമല്ലോ. രണ്ടാമൻ പറഞ്ഞു, സാറേ, അവിടെ ആരും ഇതുവരെ ചെരുപ്പ് ഇട്ടിട്ടില്ല. നമുക്കവരെ ആദ്യമായി ചെരുപ്പ് ഇടിയിക്കാം, ഷൂസ് ഇടിയിക്കാം. 2 വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ, ഒരേ സാഹചര്യം, ഒരേ ചുറ്റുപാടുകൾ, ഒരേ ക്രമീകരണങ്ങൾ, എന്നാൽ 2 വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിലെ പരിമിതികളല്ല, ആ പരിമിതിയുടെ നടുവിലെ സാധ്യതകളെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദിവസം ചില പരിമിതികൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ആ പരിമിതിയുടെ നടുവിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവ് തന്നെ അവരോട് ചോദിച്ചു, ഈ മരുഭൂമിയിൽ ഈ ജനത്തിന് കൊടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, കർത്താവ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. കർത്താവ് അതെടുത്തു, വാഴ്ത്തി, നുറുക്കി, വിളമ്പി ഏറ്റവും ബ്ലസ്ഡാക്കി. അതാണ് ജീവിതത്തിൻ്റെ സാധ്യത. കർത്താവ് ഈ രാവിലെ അപ്രകാരം സാധ്യതകൾ കണ്ടെത്തി പരിമിതിയുടെ നടുവിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. സ്വർഗ്ഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.